നമസ്കാരം. അധ്യാത്മരാമായണം ബാലകാന്ഡം ഉമാമഹേശ്വര സംവാദം. കൈലാസജലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ബാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര ശങ്കര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കിലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടെന്നു നിൻ തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വമുപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാംഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസം ഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിൻ തിരുവടി അരുൾ ചെയ്തു കേട്ട് അതുമൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ. കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിൻ തിരുവടി ഒഴിഞ്ഞില്ല അതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ട് അരുൾ ചെയ്തു. രാമായണത്തിന് പല വിധത്തിലുള്ള ഗതിഭേദങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ വാൽമീകി എഴുതിയ രാമായണം ഒരു മൂലകൃതിയാണ്. രാമായണത്തെ തുടർന്ന് ഒട്ടേറെ രാമായണങ്ങൾ വിവിധ ഭാഷകളിൽ ജന്മം കൊണ്ടിട്ടുണ്ട്. അത്ഭുത രാമായണം,
ആനന്ദരാമായണം, തുളസീദാസ രാമായണം, അധ്യാത്മരാമായണം ഒക്കെ, കമ്പരാമായണം, ഇതൊക്കെ വാൽമീകി രാമായണത്തെ തുടർന്നുണ്ടായ മറ്റ് രാമായണങ്ങളാണ്. അതിലേറ്റവും പ്രാധാന്യമുള്ള രാമായണം അധ്യാത്മരാമായണമാണ്. അങ്ങനെ പറയാൻ കാരണം, ശ്രീരാമചന്ദ്രനെ വാൽമീകി ഒരു മനുഷ്യനായി എടുത്തു പറയുമ്പോൾ ചന്ദ്രനെ ഈശ്വര അവതാരമായി അവതരിപ്പിക്കുകയാണ് അധ്യാത്മരാമായണത്തിലൂടെ. ഈശ്വരൻ മനുഷ്യനായി ജനിച്ച് നിസ്സഹായതകളിലൂടെ സഞ്ചരിച്ച് ഒട്ടേറെ ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തി എങ്ങനെ മനുഷ്യ ജീവിതത്തിന് മാതൃകയായി മാറാം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അധ്യാത്മരാമായണത്തിലൂടെ. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തന്റെ ഗുരുനാഥനിൽ നിന്ന് കർമ്മവിഭാഗം എന്ന ചടങ്ങിലൂടെ തന്നിലേക്ക് എത്തിച്ചേർന്ന വിവിധ തലത്തിലുള്ള രോഗങ്ങൾ ഓരോന്നായി ചികിത്സയിലൂടെയും പൂജാതി കർമ്മങ്ങളിലൂടെയും ഒക്കെ ലഘൂകരിക്കുമ്പോൾ അദ്ദേഹത്തിൽ മാറാതെ നിന്ന വാതരോഗമുക്തിക്കു വേണ്ടി ഗുരുവായൂരപ്പനെ ശരണം പ്രാപിക്കുകയുണ്ടായി. പണ്ഡിതശ്രേഷ്ഠനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പന്റെ തിരുസന്നിധാനത്തിൽ എത്തിയപ്പോൾ ഗുരുവായൂരപ്പന്റെ പാദകമലങ്ങളിൽ കാണിക്കയായി ഏതെങ്കിലും ഒരു കാവ്യം സമർപ്പിച്ചുകൂടെ, രചിച്ച് സമർപ്പിച്ചുകൂടെ എന്ന് പ്രിയമുള്ളവർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ഒരല്പനേരം ആലോചിച്ചിട്ട് എഴുത്തച്ഛന്റെ നിർദ്ദേശത്തിനു വേണ്ടി കാക്കുമ്പോൾ എഴുത്തച്ഛൻ സൂചിപ്പിച്ചതാണ് ശ്രീമദ് ഭാഗവതത്തെ ആധാരമാക്കിക്കൊണ്ടൊരു കൃതി രചിക്കണമെന്നും മത്സ്യം തൊട്ടുകൂട്ടണമെന്നും, അതായത് ഭഗവാന്റെ അവതാര ചരിതങ്ങളെ വിശദമായി പ്രതിപാദിക്കണമെന്നും പറയുകയുണ്ടായി. അതുപ്രകാരമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പന്റെ പാദകമലങ്ങളിൽ ചമച്ച ഗ്രന്ഥതല്ലജം നാരായണീയം ഗുരുവായൂരപ്പൻ സ്വീകരിക്കുകയും മേൽപ്പത്തൂരിന്റെ വാതരോഗം പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്തു എന്നാണ്. ഗ്രന്ഥരചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവ് മേൽപ്പത്തൂരിനെ അമ്പലപ്പുഴയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. വാതരോഗമുക്തിക്ക് ശേഷം, ഗ്രന്ഥ രചനയ്ക്ക് ശേഷം മേൽപ്പത്തൂർ അമ്പലപ്പുഴയിലേക്ക് തിരിക്കുമ്പോൾ ഭാഷാപിതാവായ തനിക്ക് പ്രചോദനം നൽകിയ എഴുത്തച്ഛനും ഒപ്പമുണ്ടായിരുന്നു. എഴുത്തച്ഛനും മേൽപ്പത്തൂരും കൂടി ചെമ്പകശ്ശേരി രാജാവിനെ കാണുമ്പോൾ ചെമ്പകശ്ശേരി രാജാവ് തെലുങ്ക് ഭാഷയിലുള്ള അധ്യാത്മരാമായൺ മേൽപ്പത്തൂരിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഏവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അതിനെ വിശദീകരിക്കണം എന്നാവശ്യപ്പെടുന്നു. മേൽപ്പത്തൂർ അത് തനിക്ക് ഗുരുതുല്യനായ എഴുത്തച്ഛനെ ഏൽപ്പിക്കുകയും എഴുത്തച്ഛൻ അത് ഏറ്റവും ശ്രേഷ്ഠമായ കിളിപ്പാട്ട് രൂപത്തിൽ അധ്യാത്മരാമായണമായി ചമയ്ക്കുകയും ചെയ്യുന്നു. അധ്യാത്മരാമായണത്തിലെ ഒന്നാമത്തെ ശീർഷകം ഉമാമഹേശ്വര സംവാദമാണ്. ചന്ദ്രശേഖരനായ ഭഗവാനോട് പാർവതീദേവി ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ കൈലാസത്തിൽ എപ്പോഴും ജപിക്കുന്ന നാമം എന്താണ്? പരമേശ്വരൻ പറയുന്നു, അത് രാമനാമമാണ്. അങ്ങനെയാണെങ്കിൽ ആ രാമനാമത്തിന്റെ മാഹാത്മ്യം എന്താണ്? ആ രാമൻ എന്ന പദത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ എനിക്ക് ഒന്ന് സഞ്ചരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇത് നിറഞ്ഞ സന്തോഷത്തോടുകൂടി എന്റെ സംശയത്തെ ദൂരീകരിച്ചുകൊണ്ട് രാമമഹാത്മ്യം എനിക്ക് പകർന്നു തന്നാലും എന്ന് പരമേശ്വരനോട് പാർവതീദേവി ആവശ്യപ്പെടുകയാണ്. ഇത് കേൾക്കുന്ന പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്, ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ പകർന്നു കൊടുക്കുന്നതാണ് അധ്യാത്മ രാമായണം. ഈ അധ്യാത്മരാമായണം ജഗത്പിതാവായ പരമേശ്വരൻ ജഗന്മാതാവായ പാർവതീദേവിക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ കൈലാസത്തിലുള്ള ഓരോ കുടുംബാംഗവും ഇത് വളരെ ശ്രദ്ധയോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ കേട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ അന്തരംഗത്തിൽ
നന്മയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ, അർപ്പണബോധത്തിന്റെ അലകൾ ഉതിർക്കണം എന്നൊരു ചിന്താധാര കൂടി ജഗത്പിതാവായ പരമേശ്വരനും ജഗന്മാതാവായ പരമേശ്വരി ദേവിക്കുമുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ രാമായണമൊക്കെ വായിക്കുമ്പോൾ, അതിന്റെ കഥകളൊക്കെ പറയുമ്പോൾ, നമ്മുടെയൊക്കെ മക്കളും നമ്മുടെയൊക്കെ കൊച്ചുമക്കളും ഒക്കെ സ്നേഹത്തോടെ വന്നിരുന്ന് ഇത് കേൾക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിനുകൂടി ഉതകുന്ന വിധത്തിൽ ഇതിനെ ഭക്തിസാന്ദ്രമാക്കണമെന്ന് നിറഞ്ഞ വിനയത്തോടെ, സ്നേഹത്തോടെ എല്ലാ പ്രിയമുള്ളവരോടും ഓർമ്മിപ്പിക്കുന്നു.